എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. റവ വെച്ചിട്ട് വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന റവ അപ്പമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാ ചമ്മന്തി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റവയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുത്ത റവ ആയാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ സൈസ് സവാളയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പച്ചമുളക്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/4 കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള് സോഡാപ്പൊടി. എന്നിട്ട് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു പരുവത്തിനാണ് അരച്ചെടുക്കാനുള്ളത്. ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണ്ട. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് എടുത്താൽ മതി. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് മാവ് എടുക്കേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിന്ന് നല്ലതായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു വശമൊന്നും മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി കഴിക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇതിപ്പോൾ കറിയില്ലെങ്കിൽ കൂടി നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഞാനൊരു തേങ്ങാ ചമ്മന്തി കൂടി റെഡിയാക്കുന്നുണ്ട്. വറുത്തെടുക്കുന്ന തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ ആ ഒരു ചമ്മന്തി കൂടി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 4 ചെറിയുള്ളി, ഒരു 2-3 കറിവേപ്പില, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട. ചെറുതായിട്ടൊന്ന് നമ്മൾ തോരനൊക്കെ അരച്ചെടുക്കും പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചമ്മന്തി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണിത്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. റവയപ്പവും തേങ്ങാ ചമ്മന്തിയും വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്